സമരം കനൽ ജ്വാല വെളിയുന്ന വഴികൾ പറയും നായകൻ. യുഗങ്ങൾ താണ്ടിയ വിപ്ലവ വീര്യത്തിനിതാ യാത്രാമൊഴിയൊഴുകുകയാണ് രാഷ്ട്രീയ കേരളം. നൂറ്റാണ്ടിന്റെ ചരിത്രം എഴുതിയ മനുഷ്യനാണ് വിട പറയുന്നത്. തിരികെ സമരാങ്കണ ഭൂമിയിലേക്ക്, പുന്നപ്രയുടെ മണ്ണിലേക്ക് VS ഇതാ യാത്രയാകുന്നു. വഴിനീളെ VSന് ഏറ്റവും പ്രിയപ്പെട്ട ജനത അദ്ദേഹത്തിന് യാത്രാമൊഴിയേകുകയാണ്. മുദ്രാവാക്യ വിളികളുമായി കണ്ണിമ ചിമ്മാതെ കാത്തു നിൽക്കുകയാണ്. അഷ്കർ, ചെന്താരകത്തിന് പ്രിയപ്പെട്ട VSന് ഇതിലും വലിയ യാത്രാമൊഴി കേരളത്തിന് നൽകാനില്ല. ആരു പറഞ്ഞു മരിച്ചെന്ന് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യ വിളികളുമായി അവർ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുന്നു VS എന്ന ആ പ്രിയപ്പെട്ട നേതാവിനെ. രാത്രി 9 മണിക്കെങ്കിലും ആലപ്പുഴയിലേക്ക് എത്തിക്കണം ഈ വിലാപയാത്ര എന്നുള്ളതായിരുന്നു സംഘാടകരുടെ കണക്കുകൂട്ടലും പ്രതീക്ഷയും. പക്ഷേ ആദ്യ 5 മണിക്കൂർ കൊണ്ട് തന്നെ പിന്നിടാൻ പറ്റിയത് ഏകദേശം വെറും 5-6 കിലോമീറ്റർ മാത്രമായിരുന്നു. അത്രയേറെ ജനനിബിഡമായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ നഗരം മുഴുവൻ. ഇപ്പോൾ ജില്ലയുടെ അതിർത്തിയിലേക്ക് പോകുമ്പോഴും ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്ക് പോകുമ്പോൾ പോലും ഈ പാതയോരത്തെ ഇരുവശങ്ങളും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ രാത്രി 12 മണിക്ക് പോലും അർദ്ധരാത്രിയിൽ പോലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യുവാക്കളും അടങ്ങുന്ന പ്രായഭേദമന്യുള്ള വയോധികരടക്കമുള്ള ആയിരക്കണക്കിന് മനുഷ്യരാണ് VSന് ഏറ്റവും അവസാന നിമിഷത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്, പ്രിയപ്പെട്ട അനിഷേധ്യനായ നേതാവിന് അവസാന യാത്രയപ്പ് നൽകാൻ കാത്തിരുന്ന് ഈ പാതയോരങ്ങളിലൊക്കെ തന്നെ അഭിവാദ്യങ്ങളുമായി പൂക്കളർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് താങ്ങാവുന്നതിലപ്പുറമുള്ള വേദനയിൽ ഹൃദയം വിങ്ങിപ്പൊട്ടുമ്പോഴും, കണ്ണുകൾ ഇടറുമ്പോൾ പോലും, കണ്ണുകൾ ധാരധാരയായി ഒഴുകുമ്പോൾ പോലും, തൊണ്ടയുടെ ആവേശത്തോടു കൂടി തങ്ങളുടെ പ്രിയപ്പെട്ട VSന് മരണമില്ല എന്ന് അവർ ആർത്തൊലച്ച് വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, അവർ മുഷ്ടി ചുരുട്ടി എറിയുന്ന മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളിൽ അതിലുണ്ട് എന്തായിരുന്നു അവരുടെ പ്രിയപ്പെട്ട VS എന്നുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ടത്തിൻ്റെ ആവേശമായിരുന്നു VS എന്നുള്ളത്. അവർക്കെന്നും ആവേശമായിരുന്നു, VSന് അവരും എന്നും ആവേശമായിരുന്നു. ആ ആവേശത്തോടു കൂടി ഉണ്ടായിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനുള്ള യാത്രയപ്പാണ് അത് സമാനതകളില്ലാത്ത ചരിത്രം തീർത്തുകൊണ്ട് തന്നെ ഇന്ന് ഈ നാട്ടിലെ മനുഷ്യർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ഈ ജില്ല കടത്തി കൊല്ലത്തേക്ക് പോകാനായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷയെങ്കിൽ ഇന്ന് അർദ്ധരാത്രിയോട് അടുക്കുമ്പോൾ പോലും 11-ാം മണിക്കൂറിലേക്ക് ഈ വിലാപയാത്ര കടത്തുമ്പോൾ പോലും തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ അതിർത്തി താണ്ടാൻ പോലും ഈ യാത്രയ്ക്ക് സാധിച്ചിട്ടില്ല. അത്രമേൽ ഈ മനുഷ്യർ VSനെ നെഞ്ചിലേക്കിരിക്കുന്നു എന്നുള്ളതൊരു തെളിവ് തന്നെയാണ് ഈ പാതയോരത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. പുന്നപ്ര വയലാറാണെങ്കിലും ഓരോ സമര പോരാട്ടത്തിലൂടെയാണെങ്കിലും 17-ാം വയസ്സിൽ പാർട്ടി അംഗത്വമെടുത്ത് പിന്നീട് ഒരു തയ്യൽ തൊഴിലാളിയിൽ തുടങ്ങി, പിന്നീട് നിർമ്മിച്ച് താൻ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഭാഗവാക്കായി തുടങ്ങി, പിന്നീട് അതിവേഗത്തിൽ തന്നെ കൗമാരപ്രായത്തിൽ തന്നെ തൊഴിലാളി നേതാവായി മാറി. അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കേണ്ടി വന്ന VS ചോര തുളുമ്പുന്ന തൻ്റെ ശരീരത്തിൻ്റെ ഉണങ്ങാത്ത മുറിവുകളുടെ VS ഒരു ഘട്ടത്തിൽ ബോധം കെട്ടി വീണ് മരിച്ചെന്ന് പറഞ്ഞ് അധികാരവർഗം അടിച്ചമർത്തലിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന തങ്ങളുടെ മാരകായുധങ്ങളുടെ എല്ലാ അവസാന പ്രയോഗങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് മരിച്ചെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ VS അവിടെ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പിന്നീട് കേരളത്തിൻ്റെ തന്നെ ഏറ്റവും അനിഷേധ്യനായ നേതാവുമായി മാറിയതിൻ്റെ കേരളത്തിൽ സമാനതകളില്ലാത്ത 14 വർഷത്തിൻ്റെ കാലയളവ് കൊണ്ട് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവായ VSന്, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയായി 82-ാം വയസ്സിൽ അധികാരമേൽക്കുമ്പോഴും നിരയല്ല തൻ്റെ വാർദ്ധക്യമെന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനത്തിന് അർത്ഥവത്താക്കുന്ന പ്രവർത്തികളിലൂടെ തന്നെ കാലത്തിന് സമാനതകളില്ലാത്ത മുഖ്യമന്ത്രി പദം സമ്മാനിച്ച VS അച്യുതാനന്ദൻ. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷങ്ങൾ ഒട്ടനവധിയുണ്ട് ഈ മനുഷ്യർക്ക് VSനെ കുറിച്ച് പറയാൻ. അത് ഓരോ സന്ദർഭ സഹചാരികൾക്കും അവരുടെ അനുഭവങ്ങളാണ്, അവരെ ചേർത്ത് പിടിച്ച നിമിഷങ്ങളുടെ അവരുടെ ഓർമ്മകളാണ്. ആ ഓർമ്മകളുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ രാത്രി ഉറങ്ങാനാവുക, ഈ രാത്രി എങ്ങനെയാണ് അവർക്ക് കഴിച്ചു കൂട്ടാനാവുക, ഈ ദിവസങ്ങൾ എങ്ങനെയാണ് അവർക്ക് മറന്നുകൊണ്ട് കടന്നു പോകാനാവുക. അതുകൊണ്ടാണ് തങ്ങളുടെ പിഞ്ചുമക്കളെ അടക്കം അവർ ഈ വഴിത്താരകളിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ കാണിച്ചു കൊടുക്കുകയാണ് VS എന്ന് പറയുന്ന ഈ 2
രണ്ടക്ഷരം അതൊരു ജീവിതമാണ്. ഒരു നൂറ്റാണ്ട് കൊണ്ട് അവസാനിക്കാത്ത, അതിനേക്കാൾ 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അസ്തമിക്കാത്ത ചരിത്രങ്ങളടക്കം രചിച്ചുകൊണ്ട് കടന്നു പോകുന്ന VS എന്ന മഹനീയ രണ്ടക്ഷരമാണ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നതെന്ന് തൻ്റെ പിഞ്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രക്ഷിതാക്കളുടെ ഒരു ചരിത്രമായി ഈ വിലാപയാത്ര മാറുന്നത് അതുകൊണ്ടാണ്. ഈ യാത്രയെ എങ്ങനെ ഏത് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കണമെന്നറിയില്ല. കാരണം പൂക്കൾ കൊണ്ട് കാത്തിരിക്കുന്ന മനുഷ്യരാണെങ്കിലും റീത്തുകൾ കൊണ്ട് കാത്തിരിക്കുന്ന മനുഷ്യരാണെങ്കിലും അത് VSന്റെ മുകളിലേക്ക് എറിയുമ്പോൾ പോലും അവരനുഭവിക്കുന്ന ഹൃദയഭാരമുണ്ട്. അത് ഈ മണ്ണിലെ ഓരോ സഖാവിൻ്റെ ഭാരമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് തന്നെ VSനെ ചേർത്ത് പിടിച്ച ഒരു പറ്റം മനുഷ്യരുടെ അവരുടെ ഓർമ്മകളുടെ ഹൃദയഭാരം കൂടിയാണ്. ഇനി ആലപ്പുഴയിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് VS പോകുമ്പോൾ ആ മണ്ണ് പോരാളികളുടെ മണ്ണാണ്. ആ പോരാളിയുടെ മണ്ണുകളിലേക്ക് അവർ ഏറ്റവും വലിയ പോരാളിയായി, ഇല്ലെങ്കിൽ ഏറ്റവും കൗമാരപ്രായത്തിൽ തന്നെ ജീവനോടെയോ അതല്ലാതെയോ പിടിച്ചു കിട്ടുന്നവർക്ക് പണം പ്രഖ്യാപിച്ച ദിവാനെതിരെയുള്ള അത്രയേറെ പ്രതിഷേധങ്ങൾക്ക് നടത്തിയ ആ VS ആ കൗമാരപ്രായത്തിൽ തന്നെ എല്ലാ അടിച്ചമർത്തുന്നവരുടെ കണ്ണിലെ കരടായി മാറിയ, അടിച്ചമർത്തപ്പെട്ടവരുടെ കണ്ണിലെ താരകമായി മാറിയ VS. ആ VSന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ മനുഷ്യരും.